ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കോഡിംഗ് ഹൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്റ്റാക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മളിന്ന് പഠിക്കുന്നത് എന്താണ് സ്റ്റാക്ക്, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് സ്റ്റാക്കിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ, അതായത് റിയൽ അവേർഡ് ആപ്ലിക്കേഷൻസ് ലൈക്ക് നമുക്ക് ഞാൻ പറഞ്ഞു അൺഡു ഫംഗ്ഷനാലിറ്റി ഒക്കെ നമുക്ക് സ്റ്റാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിന്റെ കോഡ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അത് വർക്കിംഗ് എന്ന്. പിന്നീട് ബ്രൗസറിന്റെ ഹിസ്റ്ററി, അതെങ്ങനെയാണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്, അത് കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് സ്ക്രാച്ചിൽ നിന്ന് യൂസിങ് പൈത്തൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാല്, നമ്മൾ പറഞ്ഞു ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എപ്പോഴും ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന പ്ലേറ്റ് ആയിരിക്കും എടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ പറയാണ്. ഇപ്പൊ നമ്മൾ ഒരു വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണേ, ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ഇസഡ് അല്ലെങ്കിൽ അൺഡു കൊടുക്കത്തില്ലേ. അപ്പോൾ അതിന്റെ ബാക്ക് പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് പോകും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റാക്ക് വെച്ചിട്ടാണ് ഈ അൺഡു റീഡു ഓപ്പറേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ബ്രൗസർ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് നമ്മളൊരു വെബ്സൈറ്റിൽ പോയിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് എടുക്കുന്നുണ്ടല്ലോ, അത് എടുക്കുന്നതും നമ്മുടെ സ്റ്റാക്കിന്റെ യൂസോട് കൂടിയാണ്. ഓക്കെ, അപ്പം സ്റ്റാക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇതൊക്കെയാണ് അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് ലിഫോ എന്ന് പറഞ്ഞ് എന്നോട് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് വെക്കുന്ന പ്ലേറ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിഫോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാക്കിൽ മെയിൻ ആയിട്ടും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് ഞാനിപ്പോ ഇവിടെ പേസ്റ്റ് ചെയ്തേക്കണേ. സോ നമുക്ക് സ്റ്റാക്കിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് പുഷ്, പോപ്പ്, പീക്ക്, ഈസെംറ്റി, ഇങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. പുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പ്ലേറ്റ് എടുത്ത് നമ്മളിങ്ങനെ വെക്കുന്നില്ലേ, ആ ഒരു പ്രോസസ്സിനെ നമുക്ക് പുഷ് എന്ന് പറയാം. ഇനി എനിക്ക് ഒരു പ്ലേറ്റ്, ഞാനിപ്പോ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, ഞാൻ പ്ലേറ്റ് എടുക്കുകയാണ് അവിടെ നിന്ന്, അതിന് നമ്മൾ പറയുന്ന പോപ്പ് എന്ന്, അതായത് റിമൂവ് ആൻഡ് റിട്ടേൺ ദ ടോപ്പ് എലമെന്റ്. ആ ടോപ്പിലുള്ള സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള എലമെന്റ് നമ്മൾ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. ഇനി വേറെ തേർഡ് വൺ ആണ് പീക്ക്. അടുത്തിനി നമുക്ക് ഓരോ കാര്യം കൂടെ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഈ സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫംഗ്ഷനാണ് നമ്മൾ പറയുന്നത് ഈസെംറ്റി. ഓക്കെ, അപ്പൊ സ്റ്റാക്കിൽ മെയിൻ ആയിട്ട് നമ്മൾ 4 ഫംഗ്ഷൻസ് പറയുന്നുണ്ട്: പുഷ്, പോപ്പ്, പീക്ക്, ഈസെംറ്റി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഊപ്സ് കൺസെപ്റ്റ് യൂസ് ചെയ്യുക, അതായത് ക്ലാസ്. ഓക്കെ, സോ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസിന്റെ പേരാണ് നമ്മുടെ സ്റ്റാക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ആസ് എ ബിഗിനർ നമുക്ക് ഇന്ന് തുടങ്ങുന്നത് ഒരു ലിസ്റ്റ് വെച്ചിട്ട് എങ്ങനെ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, ഐ മീൻ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചുകൂടി ഈ സ്റ്റാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും സ്റ്റാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നമുക്കത് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമുക്കൊരു ലിസ്റ്റ് വേണം ഈ എലമെന്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ലിസ്റ്റ് നമ്മൾ പൈത്തോണിൽ ഒരു ലിസ്റ്റ് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാല്, ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. ഇനിറ്റ് ഞാൻ കൺസ്ട്രക്ടർ അറിയാലോ അല്ലെ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്? സെൽഫ് ആണ് അല്ലെ. സോ നമ്മൾ സെൽഫ് കൊടുത്തു. ക്ലിയർ? സെൽഫ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഞാന് സെൽഫ് ഡോട്ട് ഐറ്റംസ് ഈസ് ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് ഒരു empty ലിസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, സോ ദർ ഇസ് നോ എലമെന്റ്, എലമെന്റ് ഒന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. ഒരു empty ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഞാൻ അടുത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഇനി കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുഷ്, പോപ്പ്, പീക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതെങ്ങനെയാ ചെയ്യണേ നോക്കാം. പുഷ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു എലമെന്റ് നമ്മുടെ അറയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റിലോട്ട് ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത്, യൂസിങ് അപ്പൻഡ് അല്ലെ. അപ്പൊ വളരെ ഈസി അല്ലേ. അതിന് വേണ്ടിട്ട് നമുക്ക് എന്താ കൊടുക്കുക, പുഷ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക, ആർഗ്യുമെന്റ് ആയിട്ട് സെൽഫ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ എന്താ നമ്മൾ കൊടുക്കുന്നത്, നമ്മളൊരു എലമെന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു എലമെന്റ് എന്റെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. സോ അതിന് ഞാനൊരു കൊടുക്കുകയാണ് ഐറ്റം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ ഐറ്റം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഐറ്റത്തിന് എനിക്ക് എവിടോട്ട് എടുത്ത് വെക്കണം? നമ്മുടെ ഈ ലിസ്റ്റ്, ഇതാണ് നമ്മുടെ സ്റ്റാക്ക്, ഈ ലിസ്റ്റിലോട്ട് വെക്കണം അല്ലെ. സോ അതിനു വേണ്ടി നമ്മൾ എങ്ങനെ എടുക്കാന്ന് വെച്ചാല് സെൽഫ് ഡോട്ട് ഏതാണ് ഐറ്റംസ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റ് കിട്ടി. എന്നിട്ട് എന്താ, അതിലോട്ട് നമുക്ക് അപ്പൻഡ് ചെയ്യണം അല്ലെ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മുടെ ലിസ്റ്റിന്റെ ലാസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്യുന്നതല്ലേ. സോ നമുക്ക് അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതിൽ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മുടെ ഐറ്റംസ് പാസ് ചെയ്യാം അല്ലെ. ഐറ്റംസ് അല്ല, ഐറ്റം പാസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാക്കിലോട്ട് ആ എലമെന്റ് പാസ്സായി, മീൻസ് ആഡ് ആയി. ഓക്കെ, സോ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാല് നമ്മുടെ സ്റ്റാക്കിലോട്ട് ഒരു ഐറ്റം പുഷ് ചെയ്തു. എവിടെയാണ്? എൻഡ് ഓഫ് ദ സ്റ്റാക്കിലാണ് പുഷ് ചെയ്യുന്നത് അല്ലെ. അപ്പൻഡ് എപ്പോഴും എൻഡ് ഓഫ് ദ സ്റ്റാക്കിലല്ലേ പുഷ് ചെയ്യുന്നത്. അങ്ങനെ പുഷ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണ്? പോപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പഠിച്ചായിരുന്നു അല്ലെ. പോപ്പിലും എന്താണ്, നമുക്ക് ഇവിടെ ആർഗ്യുമെന്റ് ഒന്നുമില്ല. പോപ്പ് മീൻസ് നമ്മൾ റിട്ടേൺ ചെയ്യാണ് ഒരു വാല്യൂ, അതായത് സ്റ്റാക്കിൽ നിന്നുള്ള ഒരു പ്ലേറ്റ്, ആ ടോപ്പിലുള്ള പ്ലേറ്റിനെ എടുത്ത് റിട്ടേൺ ചെയ്യാണ് അല്ലെ. അപ്പൊ സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടേ? നമുക്കത് റിട്ടേൺ ചെയ്യണം അല്ലെ. റിട്ടേൺ ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പോപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ലിസ്റ്റ് ഫംഗ്ഷൻ പോപ്പ്. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഐറ്റത്തിനെ, ഒരു ലിസ്റ്റിന്റെ ലാസ്റ്റ് ഐറ്റത്തിനെ റിട്ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് പോപ്പ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് പോപ്പ് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് എലമെന്റിനെ റിട്രൈവ് ചെയ്യാലോ അല്ലെ. അപ്പൊ നമുക്ക് സിംപ്ലി ഇങ്ങനെ റിട്ടേൺ ചെയ്യാം. എങ്ങനെയാണ്? റിട്ടേൺ സെൽഫ് ഡോട്ട് ഐറ്റംസ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് എലമെന്റ് ഓഫ് ദാറ്റ് ലിസ്റ്റ് അല്ലെ, അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മളത് റിട്ടേൺ ചെയ്തു, അതായത് നമ്മുടെ ലാസ്റ്റ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പൊ നമ്മളൊരു എലമെന്റ് ആഡ് ആക്കി, ആ എലമെന്റിനെ തന്നെ നമ്മൾ പോപ്പ് ചെയ്യണം. അതായത് ലാസ്റ്റ് വെച്ച എലമെന്റ് തന്നെയാണ് പോപ്പ് ചെയ്യുന്നത്, മീൻസ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എന്താണ്? പീക്ക് അല്ലെ. പീക്ക് എന്ന് പറഞ്ഞാല് ടോപ്പ് എലമെന്റിനെ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് റിട്ടേൺ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ആർഗ്യുമെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യണ, വേറൊന്നും ചെയ്യേണ്ട, എനിക്ക് ജസ്റ്റ് ആ ലാസ്റ്റ് എലമെന്റിനെ റിട്ടേൺ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങനെ കൊടുക്കാം സെൽഫ് ഡോട്ട് ഐറ്റംസ്. നമ്മൾ ലാസ്റ്റ് എലമെന്റ് റിട്ടേൺ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഒന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? ഇങ്ങനെ അല്ലെ. അതായത് ലിസ്റ്റിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് കോഡിങ് വളരെ എളുപ്പമാണ് പൈത്തണില്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിലുള്ള, ഐ മീൻ നമ്മുടെ ലിസ്റ്റ്, ഈ കേസിൽ ഈ ലിസ്റ്റിലുള്ള ലാസ്റ്റ് എലമെന്റിനെ റിട്ടേൺ ചെയ്യും. ക്ലിയർ അല്ലേ? അതായത് ടോപ്പ് എലമെന്റ് അതാണ് ലാസ്റ്റ് എലമെന്റ് അല്ലേ, അതിനെ റിട്ടേൺ ചെയ്യും. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഞാൻ ഇതിനെ കോൾ ചെയ്ത് കാണിച്ചിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. ആദ്യം നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് മൈ സ്റ്റാക്ക്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്റ്റാക്കിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് മൈ സ്റ്റാക്ക് ഡോട്ട് പുഷ്. ഓക്കെ, പുഷ് കൊടുത്തിട്ട് ഞാൻ പൈത്തൺ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ പൈത്തൺ എന്ന് കൊടുത്തു. അതുപോലെ ഞാൻ കുറച്ച് കൂടുതൽ സംഭവങ്ങൾ പുഷ് ചെയ്യട്ടെ. ആദ്യം 1, 2, 3 ഐറ്റം പുഷ് ചെയ്യാം. ഓക്കെ, പുഷ് പൈത്തൺ, ദെൻ സി കൊടുക്കാം, ദെൻ സി പ്ലസ് പ്ലസ് കൊടുത്തു. ഓക്കെ, 3 ലാംഗ്വേജസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാണ്, ഇവിടെ വന്നിട്ട് പ്രിന്റ്, നമ്മുടെ പോപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഏതാണ്? പ്രിന്റ് മൈ സ്റ്റാക്ക് ഡോട്ട് പോപ്പ്. നമ്മൾ പോപ്പ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്താ വരുന്നത്. ഓക്കെ, മൈ സ്റ്റാക്ക് ഡോട്ട് പോപ്പ്. ഇവിടെ ഞാൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്ത പൈത്തൺ ആണ്. ഓക്കെ, സെക്കൻഡ് സി ആണ്, തേർഡ് C++ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിലുള്ള സംഭവം എന്താണ്? ഏറ്റവും താഴെ പൈത്തൺ, C++, ആ ഒരു ലെവലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത സംഭവമാണ് ഇവിടെ വന്നത്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ അടുത്ത് ഒന്ന് കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെ കൊടുക്കാം, പ്രിന്റ് മൈ സ്റ്റാക്ക് ഡോട്ട്, നമ്മുടെ പീക്ക് കൊടുക്കാം. പീക്ക് കൊടുക്കാല് എന്താ വരുന്നത് നോക്കാം. ഇവിടെയും ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഉണ്ട്, ഫംഗ്ഷൻ അല്ലേ. സോ ഫംഗ്ഷൻ ബ്രാക്കറ്റ് വി നീഡ് ടു ഗിവ്. സോ റൺ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ എന്താ പറ്റി, നമ്മൾ ഓൾറെഡി C++നെ പോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള ടോപ്പിലുള്ളത് സി ആണുള്ളത്. അപ്പോൾ അതാ പീല് വന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, വീണ്ടും ഞാൻ ഇത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കാനാണ് ഞാൻ ഇത് ചെയ്യണേ. നോക്കിക്കോളൂ. അപ്പൊ ഞാൻ റൺ ചെയ്തു.
ഇപ്പൊ ഞാൻ സിനെ പോപ്പ് ചെയ്തു, പൈത്തണിനെ പോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ഇനി എഗെയിൻ പോപ്പ് ചെയ്യാണെന്ന് വിചാരിക്കാം. എന്ത് പറ്റും? അവിടെ ഇനി എലമെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ? സോ ഇവിടെ ഒരു എറർ വരുന്നുണ്ട്, പോപ്പ് ഫ്രം എം ടി ലിസ്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടി നമ്മുടെ ഈ കോഡിൽ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ പുഷും ചെയ്തു, പോപ്പ് ചെയ്തു, പീക്ക് ചെയ്തു. പക്ഷെ നമ്മള് ഈ പോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ കോഡിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതാം. അതായത് നമ്മുടെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതുകയാണ്, ഈസ് എം ടി. ഓക്കെ, ഇത് എന്തിനാന്ന് വെച്ചാല് പ്രോബ്ലം എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ. നമ്മളിപ്പോ എം ടി ആയിട്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് മീൻസ് സ്റ്റാക്കിൽ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുമോ? ഡിലീറ്റ് ആക്കുമ്പോഴത്തേക്ക് എറർ വരില്ലേ, അവിടെ എലമെന്റ് ഒന്നും ഇല്ലാന്നുണ്ട്. അത് മാറ്റാനായിട്ട് ഞാനൊരു ഈസ് എം ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. സോ അതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് നമുക്കിവിടെ റിട്ടേൺ ചെയ്യാം, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. റിട്ടേൺ ഇപ്പൊ നോക്കാം, ലെങ്ത് ഓഫ് സെൽഫ് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാല് ആ നമ്മുടെ ലിസ്റ്റ്, നമ്മളുടെ ഐറ്റംസ് കൊണ്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതാണ് നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാവണം? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അവിടെ ഒരു എലമെന്റും ഇല്ല. ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്ന ലിസ്റ്റ് എം ടി ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് കാര്യം നടക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ പോപ്പ് ഫംഗ്ഷനിൽ ഒരു കാര്യം കൂടെ ചെയ്യാണ്. ഇഫ് നോട്ട് സെൽഫ് ഡോട്ട് ഈസ് എം ടി. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാല് നമ്മൾ അവിടെ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ മീൻസ് ആ ലിസ്റ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല. അപ്പൊ ഫോൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇഫ് നോട്ട് കൊടുത്തത്. ക്ലിയർ അല്ലേ? ഇഫ് നോട്ട് സെൽഫ് ഡോട്ട് ഈസ് എം ടി ആണെങ്കിൽ ഇത് ചെയ്യാം. ക്ലിയർ? അതർവൈസ് നമുക്കിവിടെ എന്ത് കൊടുക്കാം? അതർവൈസ് നമുക്ക് ഇവിടെ റിട്ടേൺ നൺ കൊടുക്കാം. ഓക്കെ, ഒന്നുമില്ല, റിട്ടേൺ നൺ കൊടുക്കാം. ക്ലിയർ? ഇനി ഇവിടെയും നമുക്ക് പീക്കിലും ഈ സെയിം സംഭവം കൊടുക്കണം അല്ലെ. എന്ന് വെച്ചാല് ഇവിടെയും നമ്മൾ നോക്കണമല്ലോ, ടോപ്പിൽ എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഇല്ലെങ്കിൽ അവിടെയും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. അതർവൈസ് നമുക്കിവിടെ കൊടുക്കാം ജസ്റ്റ് നേരത്തെ ഇതുപോലെ റിട്ടേൺ നൺ. ഓക്കെ, സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോപ്പും പീക്കും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ വന്നതുപോലത്തെ എറർ വരും. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഫംഗ്ഷനെ ഞാനിവിടെ മൈ സ്റ്റാക്ക് ഡോട്ട് സൈസിനെ കോൾ ചെയ്യാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് ഞാൻ ഈസ് എം ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ലേ, പക്ഷെ ഇവിടെ ഞാൻ എന്താ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കാൻ വിട്ടുപോയി. അതുപോലെ ഇവിടെയും കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ നോക്കാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ പൈത്തോൺ പുഷ് ചെയ്തു, പിന്നീട് സി പുഷ് ചെയ്തു, പിന്നെ സി പ്ലസ് പ്ലസ് പുഷ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മുടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് സി പ്ലസ് പ്ലസ് ആണുള്ളത്, അതിനെ പോപ്പ് ചെയ്തു. അപ്പൊ അത് പോയി. ഇപ്പൊ നമുക്ക് പൈത്തോണും സിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പീക്ക് ചോദിച്ചപ്പോൾ പീക്കിലുള്ളത് ടോപ്പിലുള്ളത് സി ആണ്, അതാണ് സെക്കൻഡ് വന്നേക്കണേ. അടുത്ത് ഞാൻ സിനെയും പോപ്പ് ചെയ്തു അല്ലെ. അപ്പൊ സിയും പോയി. ലാസ്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ, ആരാണ്? പൈത്തോൺ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇനി ഞാൻ വേണേ ഒന്നും കൂടെ ആഡ് ആക്കാം, ഒരു എലമെന്റ് കൂടെ നമുക്ക് ആഡ് ആക്കാം. print print my stack dot push അല്ലേ, push job. ഓക്കെ, എന്നിട്ട് ഞാൻ കൗണ്ടർ ചെക്ക് ചെയ്ത് നോക്കാം എത്ര വരുന്നുള്ളത് അല്ലേ. ഇവിടെ 2 ആയിരിക്കും വരുന്നത്, ഓൾറെഡി പൈത്തൺ ഉണ്ട് അവിടെ. സോ ജസ്റ്റ് ഞാൻ റൺ ചെയ്തു. സോ 2 കിട്ടി. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് സ്റ്റാക്കിന്റെ വർക്കിംഗ്. ക്ലിയർ അല്ലേ? അതായത് പുഷ്, പോപ്പ്, പിന്നെ ഈ സെൻഡ് ചെയ്യാം, പിന്നീട് വേണേൽ നമുക്ക് സൈസ് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. പിന്നെ പൈത്തൺ ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, സോ ഇനി ഞാൻ പറയുന്നത് കുറച്ച് റിയൽ വേർഡ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ അണ്ടു, പിന്നീട് ബ്രൗസർ ഹിസ്റ്ററി, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതിന്റെയൊക്കെ പിറകിലുള്ള ഇന്റേണൽ ആയിട്ട് നടക്കുന്ന കാര്യം ഈ സ്റ്റാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അത് ഇരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം.
ജസ്റ്റ് ഒരു സാമ്പിൾ കോഡിംഗ് എങ്ങനെയായിരിക്കും ഈ ടെക്സ്റ്റ് എഡിറ്ററിലും ബ്രൗസർ ഹിസ്റ്ററിയിലൊക്കെ ഈ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ആവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. സോ നമുക്ക് അങ്ങനെ നോക്കിയാലോ. സോ നമ്മൾ അൺഡൂയിങ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇറ്റ് റിട്രൈവ്സ് ദ ലാസ്റ്റ് ചേഞ്ച്, അതായത് സ്റ്റാക്കിലുള്ള ലാസ്റ്റ് ചേഞ്ചിനെ റിട്രൈവ് ചെയ്തെടുക്കുന്നു. അതാണ് അൺഡൂല് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ കോഡിംഗ് എന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തത്, നമ്മൾ മുന്നേ ചെയ്ത കോഡ് സെയിം കോപ്പി ചെയ്ത് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. സോ ഇതെന്ന് പറയുന്നതിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിലാണ് നമ്മൾ ഡേറ്റനെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നോർമൽ ഫംഗ്ഷൻസ് ലൈക്ക് പുഷ്, പോപ്പ്, പീക്ക് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത് അല്ലെ. ഇനി നമ്മൾ എന്താ ഇവിടെ ചെയ്യണമെന്ന് നോക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റ് എഡിറ്റർ ഇതിൽ ഇംപ്ലിമെന്റ് ആക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരു കൺസ്ട്രക്ടർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഞാനിവിടെ കൊടുക്കുന്നു, ഫസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുക്കുന്നു, സെൽഫ് കൊടുത്തു. ഇനി ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് ഡോട്ട് ഇങ്ങനെ കൊടുക്കാം, ഒരു വേരിയബിൾ ലൈക്ക് അൺഡു സ്റ്റാക്ക്. നമ്മുടെ ഈ സ്റ്റാക്കിന്റെ ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു കറണ്ട് ടെക്സ്റ്റ്, നമ്മൾ കറണ്ട് ആയിട്ട് കൊടുക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ്, കറണ്ട് ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റ് എഡിറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. കറണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും വേരിയബിൾ മീൻസ് ഒരു വാല്യൂ, അത് ഞാൻ ഫസ്റ്റ് എം ടി ആയിട്ട് കൊടുക്കും, ഒരു എം ടി സ്ട്രിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാണ് ഒരു ഫംഗ്ഷൻ എഴുതാണ്. എന്തെഴുതാം നമുക്ക്, നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. ഓക്കെ, ഡെഫ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ നടക്കേണ്ടത്. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് കൂടെ നമ്മൾ പാസ് ചെയ്യണമല്ലോ അല്ലെ. എന്തെങ്കിലും ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് കൂടെ നമ്മൾ പാസ് ചെയ്യും. എന്താ ടൈപ്പ് ചെയ്ത സംഭവം, നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റാക്കിൽ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റാക്കിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതാണ് നമ്മുടെ അൺഡു സ്റ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു വേരിയബിൾ കൂടെ ഉണ്ട്, കറണ്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സാധനം ഈ ടെക്സ്റ്റിലോട്ട് വന്ന് ആഡ് ആക്കണം. ഓക്കെ, അത് നമ്മുടെ സ്റ്റാക്കിലോട്ട് പുഷ് ആവുകയും വേണം. ഇത് രണ്ടുമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് സെൽഫ് ഡോട്ട് അൺഡു സ്റ്റാക്ക്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെ. ഇതില് എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. ഓക്കെ, ഇതിലോട്ട് എന്താ പുഷ് ചെയ്യേണ്ടത്, നമ്മുടെ ഈ കറണ്ട് ടെക്സ്റ്റ് എന്താണോ ഉള്ളത് അത് പുഷ് ചെയ്യുക. അതെങ്ങനെ ചുമ്മാ പറ്റത്തില്ല, സെൽഫ് ഡോട്ട് കറണ്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ സെൽഫ് ഡോട്ട് കറണ്ട് ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു ഈ പാസ് ചെയ്തേക്കുന്ന സംഭവം, അതായത് ഇവിടെ നമ്മൾ പാസ് ചെയ്തേക്കുന്ന സംഭവം എന്താണ്, ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് പാസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇതിലോട്ട് ആഡ് ആവുന്നു. ഓക്കെ, മീൻസ് സ്ട്രിങ്ങിലോട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ടൈപ്പിൽ നടക്കുന്നത്. ഇത് നമ്മൾ അൺഡു ചെയ്യണം. അതായത് എനിക്ക് വേണ്ട, ഞാനിപ്പോൾ ചെയ്തതല്ല, അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഇവിടെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് സേവ്സ് ദ കറണ്ട് സ്റ്റേറ്റ്, അതായത് കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്താണോ അത് സേവ് ചെയ്യണം. ഓക്കെ, ഇനി ഞാനിപ്പോ അൺഡു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യണം നോക്കാം. ഇപ്പൊ ഞാൻ അൺഡു എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതി, ഇപ്പൊ സെൽഫ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അൺഡു ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കണം അത് എം ടി ആണോ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഈസ് എം ടി അങ്ങനെ സംഭവം പഠിച്ചില്ലേ. അപ്പൊ ഇത് എം ടി ആണോ ഇല്ലയോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇഫ് നോട്ട് സെൽഫ് ഡോട്ട് അൺഡു സ്റ്റാക്ക് അല്ലെ, ഇതല്ലേ നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഡോട്ട് എന്താണ്, ഈസ് എം ടി. ഓക്കെ, അത് എം ടി അല്ലെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അങ്ങനെ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് പോകണം അല്ലെ. അതായത് ഇപ്പൊ കറണ്ട് സ്റ്റേറ്റിലല്ല, പ്രീവിയസ് സ്റ്റേറ്റിലോട്ട് പോകണം. അപ്പൊ ഞാൻ കറണ്ട് ടെക്സ്റ്റിലോട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ ഉള്ള സാധനത്തിനെ പോപ്പ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതായത് സെൽഫ് ഡോട്ട് അൺഡു സ്റ്റാക്ക് ഡോട്ട് പോപ്പ്. ക്ലിയർ അല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പൊ ടോപ്പിൽ ഇരിക്കുന്ന എന്താണുള്ളത് അതിനെ പോപ്പ് ചെയ്ത് നമ്മുടെ കറണ്ട് ടെക്സ്റ്റിലുണ്ട്. ഇത് നമ്മുടെ സ്റ്റാക്കിനെ റിവർ ടു ലാസ്റ്റ് സ്റ്റേറ്റ്, ഏതാണോ ലാസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഇരുന്നത് അതിലോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, ഇതല്ല, അതായത് എം ടി അല്ലെങ്കിൽ എന്താണ്, അവിടെ ഒന്നുമില്ല അൺഡു ചെയ്യാൻ. അപ്പൊ നമുക്കൊരു
എന്ത് ചെയ്യാം, നമുക്കൊരു പ്രിന്റ് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് പ്രിന്റ് നത്തിങ് ടു ഡു അല്ലെ, അതായത് ഒന്നും ചെയ്യാനില്ല അവിടെ, നത്തിങ് ടു അൺഡു എന്ന് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തു. ഇനി നമുക്ക് ഒരു ഡിസ്പ്ലേ കൂടെ കൊടുക്കാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്താണുള്ളതെന്ന് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേ എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ വന്നിട്ട് സെൽഫ് തന്നെ പാസ് ചെയ്തു. ഇനി അവിടെ കൊടുക്കുന്നത് നമുക്കൊരു പ്രിന്റ് ചെയ്യണം, കറണ്ട് ടെക്സ്റ്റ് എന്താന്നുള്ളതൊന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാനൊരു എഫ് സ്ട്രിങ് യൂസ് ചെയ്യുന്നുണ്ട്. എഫ് സ്ട്രിങ്ങില് ഇങ്ങനെ കൊടുക്കാം, കറണ്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം അല്ലെ. കറണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് സെൽഫ് ഡോട്ട് അല്ലെ കറണ്ട് ടെക്സ്റ്റ്. ഞാൻ ആദ്യം എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എഡിറ്റർ ഈക്വൽ ടു നമ്മുടെ ടെക്സ്റ്റ് എഡിറ്ററിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം എന്റെ എഡിറ്ററിൽ ടൈപ്പ് ചെയ്യാണ്, എഡിറ്റർ ഡോട്ട് ടൈപ്പ്. ഞാൻ കൊടുക്കുന്നത് എന്താണ്, ഹലോ. ഓക്കെ, ഹലോ എന്ന് കൊടുത്തു. ഇനി ഞാൻ രണ്ടു മൂന്നെണ്ണം കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും എന്താണ് നടക്കുന്നത്. സോറി, ഓക്കെ, ഇവിടെ ഞാൻ ഹലോ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് വേർഡ് കൊടുക്കാം അല്ലെ, ഹലോ വേർഡ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചുമ്മാ എഡിറ്റർ ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യാം ആദ്യം. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ ആദ്യം. ഇപ്പൊ ഇവിടെ കറണ്ട് ടെക്സ്റ്റിലുള്ളത് ഹലോ വേൾഡ് ആണ്, അതായത് നമ്മൾ ആദ്യം കൊടുത്ത ഹലോ പിന്നെ അടുത്ത് കൊടുത്ത വേർഡ് ഇത്രയും ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിപ്പോ അടുത്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത് എന്താ സംഭവം, ഹലോ ആണ്. സെക്കൻഡ് ചെയ്തത് വേൾഡ് ആണ്. ഇനി ഞാൻ അൺഡു ചെയ്യാൻ പോകണം. അപ്പൊ അൺഡു ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഞാൻ ലാസ്റ്റ് ചെയ്ത് ചേഞ്ച് അങ്ങ് മാറും അല്ലെ, അതായത് വേൾഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത സംഭവം മാറും. നമുക്കത് നോക്കാം. അപ്പൊ ഞാൻ അവിടെ കൊടുക്കുകയാണ് എഡിറ്റർ ഡോട്ട് അൺഡു. എഡിറ്റർ ഡോട്ട് അൺഡു കൊടുത്തു. അത് നമുക്ക് ഡിസ്പ്ലേ കൊടുത്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ അത് പോയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇവിടെ റൺ ചെയ്തു, നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ ഹലോ വേൾഡ് ആയിരുന്നു, എഡിറ്റർ ഡോട്ട് അൺഡു കൊടുത്തപ്പോൾ വേൾഡ് പോയി, ഹലോ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ആ ഇന്റേണലി നടക്കുന്ന സംഭവം. ഇനി ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുക്കാം, എഡിറ്റർ ഡോട്ട് അൺഡു ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ എന്താ പറ്റണേ, നമ്മുടെ ഹലോയും കൂടെ പോവും അല്ലേ. ഇതും കൂടെ കോപ്പി ചെയ്യാം. ഇപ്പൊ ഞാൻ റൺ ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ ഫസ്റ്റ് ടെക്സ്റ്റ് ഹലോ, കറണ്ട് ടെക്സ്റ്റ് ഹലോ വന്നു. ഡിസ്പ്ലേയിൽ ഇനി ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ എംറ്റി ആയിട്ട് നൺ നമ്മൾ കൊടുത്തോണ്ട് അങ്ങനെ വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് വർക്കിംഗ്. അതായത് ഇതാണ് നമ്മൾ ഇന്റേണലി ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു അൺഡു അല്ലെങ്കിൽ റീഡു ചെയ്യുമ്പം എങ്ങനെയാണ് ഇന്റേണലി നടക്കുന്നത് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററിയും കൂടെ ഞാനൊന്ന് കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്കിനി നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററി, അതായത് ബ്രൗസറിൽ എങ്ങനെയാണ് ഇന്റേണലി നമ്മുടെ സ്റ്റാക്ക് വരുന്നതെന്ന് യൂസ് ആകുന്നതെന്നുള്ളതും കൂടെ ഒന്ന് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ സെയിം സ്റ്റാക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സെയിം സ്റ്റാക്ക് തന്നെ, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ നമ്മുടെ ഒരു നേരത്തെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ ബ്രൗസർ ഹിസ്റ്ററിക്ക് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്ലാസ്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു കൺസ്ട്രക്ടർ എഴുതുകയാണ്. അതിനകത്ത് സെൽഫ് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഒരു സെൽഫ് ഡോട്ട് ഞാൻ ഒരു ഹിസ്റ്ററി എന്ന് കൊടുക്കാം. ഓക്കെ, ഏതാണ് നമ്മുടെ സ്റ്റാക്കിന്റെ തന്നെ ഒരു ഇൻസ്റ്റൻസ് തന്നെ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ഒരു നമ്മളിവിടെ എന്താണ് ടെക്സ്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അതായത് ലിങ്ക് ആണ്, അതായത് നെക്സ്റ്റ് പേജ് പ്രീവിയസ് പേജ് അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കറണ്ട് ടെക്സ്റ്റ് അല്ല, കൊടുക്കുന്ന വേരിയബിൾ നെയിം ഞാൻ കൊടുക്കുന്നു കറണ്ട് പേജ് ഈക്വൽ ടു നൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അതൊരു മീൻസ് ഒരു ലിങ്ക് ആയിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒരാൾ വിസിറ്റ് ചെയ്യുന്നു, അതായത് ഒരു പേജ് ആകുമ്പോൾ വിസിറ്റ് ചെയ്യുന്നു, ബാക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വരുന്നത്. അപ്പൊ ഞാൻ വിസിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുത്തു. അതില് സെൽഫ്, എന്നിട്ട് ആ വിസിറ്റ് ചെയ്യുന്ന URL ഏതാണ്, മീൻസ് ആ ലിങ്ക് ഏതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ സംഭവങ്ങൾ ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നു ഇഫ് സെൽഫ് ഡോട്ട് എന്താ പറയാ കറണ്ട് പേജ്, അതായത് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം,
അതിനെ പുഷ് ചെയ്യണം അല്ലെ. അപ്പോൾ ഞാൻ അതിനെ നമ്മുടെ ഇതിലോട്ട് പുഷ് ചെയ്യാണ്, ഹിസ്റ്ററി എന്ന് പറയുന്നതിലോട്ട് പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുന്നതിന് ഇവിടെ സെൽഫ് ഡോട്ട് കറണ്ട് പേജ്, ഇവിടെ വന്നിരിക്കുന്ന എന്താണോ കറണ്ട് പേജ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ എന്താ ചെയ്തത് നമ്മള് കറണ്ട് പേജ് എന്താണോ അത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ ഓൾറെഡി ഇപ്പൊ പാസ് ചെയ്ത ആർഗ്യുമെന്റ് ഉണ്ട് അല്ലെ, ഒരു URL സംഭവം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് പേജ് ആയിട്ട് സെറ്റ് ആക്കി വെക്കാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെൽഫ് ഡോട്ട് കറണ്ട് പേജ് ഈക്വൽ ടു എന്താ കൊടുക്കാം, URL എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. പ്രിന്റ് F stringല് കൊടുക്കാം വിസിറ്റഡ് ഇവിടെ നമുക്ക് സെൽഫ് ഡോട്ട് കറണ്ട് പേജ്. ഓക്കെ, ഈ പേജാ വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ വിസിറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യമാണിത്. ഇനി ഞാൻ ഡെഫ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബാക്കിലോട്ട് പോകുന്നു, ആ ലിങ്കിന്റെ ബാക്കിലോട്ട് പോകുന്നു. നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുക്കത്തില്ല, അതാ പറയാം. അപ്പൊ ഇവിടെ നോക്കും അത് empty അല്ലെങ്കിൽ മാത്രം ചെയ്യാനോ മതി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇഫ് സെൽഫ് ഡോട്ട് ഹിസ്റ്ററി ഡോട്ട് നേരത്തെ പോലെ ഈസ് empty എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. ഇവിടെ നമ്മൾ അത് ട്രൂ ഇപ്പൊ നോട്ട് കൊടുക്കാം. ഓക്കെ, നോട്ട് സെൽഫ് ഹിസ്റ്ററി ഡോട്ട് ഈസ് empty ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കറണ്ട് പേജ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡോട്ട് ഹിസ്റ്ററി ഡോട്ട് പോപ്പ് അല്ലെ, പോപ്പ് ചെയ്തിട്ട് വരുന്നതാണ് കറണ്ട് പേജ്. എന്നിട്ട് എന്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് കൂടെ കൊടുക്കാം. അവിടെ നേരത്തെ പോലെ തന്നെ പ്രിന്റ് എഫ് സ്ട്രിങ്ങില് ഞാനിവിടെ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല് ബാക്ക് ടു നമ്മുടെ പേജ് എന്ന് പറയുന്നത് സെൽഫ് ഡോട്ട് കറണ്ട് പേജ് അല്ലെ. ഇത് പറഞ്ഞാൽ ബാക്കിലോട്ട് പോവാണ്. ഇതല്ല, അതായത് empty ആണെങ്കിൽ നമ്മൾ പറയണ എന്താണ്, നോട്ട് ഒരു ഹിസ്റ്ററി ഒന്നും ഇല്ല, അതായത് ബാക്കിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അപ്പൊ പ്രിന്റ് നമുക്കിവിടെ കൊടുക്കാം നോ മോർ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അതായത് വേറെ ഹിസ്റ്ററി ഒന്നും ഇല്ല ബാക്കിലോട്ട് പോകാൻ. ഓക്കെ, അത് കൊടുത്തു. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടെ കൊടുക്കാം, നമ്മുടെ കറണ്ട് പേജ് ജസ്റ്റ് വിസിറ്റ് ചെയ്യാനായിട്ട്, ഷോ ചെയ്യാനായിട്ട്. കറണ്ട് പേജ്. ഓക്കെ, ഞാനിപ്പോ കറണ്ട് എന്ന് കൊടുത്തു, അതിലും സെൽഫ് വന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് പ്രിന്റ് നമ്മുടെ സ്ട്രിങ് ഞാൻ യൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഞാൻ കറണ്ട് പേജ് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കറണ്ട് പേജ് എന്ന് പറയുന്നത് സെൽഫ് ഡോട്ട് കറണ്ട് പേജ് അല്ലേ. ക്ലിയർ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു സ്റ്റാക്ക് നമ്മൾ മുന്നേ ചെയ്ത അത് തന്നെയാണ്. ഇത് ഫുള്ള് ഞാൻ കമന്റ് ആക്കി വെക്കുന്നുണ്ടേ. നമ്മളിപ്പോ എഡിറ്റർ അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ കമന്റ് ആക്കി വെച്ചു. പിന്നെ ആ സ്റ്റാക്ക് ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പുഷ് പോപ്പ് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ബ്രൗസർ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിലൊരു കൺസ്ട്രക്ടർ ഉണ്ട്, പിന്നെ വിസിറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ ഉണ്ട്, ബാക്കിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ കറണ്ട് പേജ് ഷോ ചെയ്യാനൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഞാനിവിടെ ബ്രൗസർ എടുത്തു, എന്നിട്ട് നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യം നമുക്ക് ഗൂഗിളിലോട്ട് പോകാം അല്ലെ. നമ്മൾ എപ്പോഴും ഗൂഗിൾ ആണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ലെ. സോ ഞാൻ ബ്രൗസർ ഡോട്ട് ഞാൻ വിസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, വിസിറ്റ് ഞാൻ google.com കൊടുത്തു. അപ്പൊ ഞാൻ ഫസ്റ്റ് എത്തിയത് ഗൂഗിളിലാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത 2-3 വെബ്സൈറ്റ് കൂടെ കൊടുക്കാം, എന്നിട്ട് പറഞ്ഞുതരാം എന്താ നടക്കുന്നത്. ഇവിടെ ഏത് കൊടുക്കാം, നമുക്ക് ഓപ്പൺ AI കൊടുക്കാം അല്ലെ. ഓപ്പൺ AI കൊടുക്കാം. പിന്നീട് നമുക്ക് ഇവിടെ കൊടുക്കാം ഗിറ്റ് ഹബ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ ഫസ്റ്റ് ഗൂഗിൾ വിസിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ AI വിസിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ ഗിറ്റ് ഹബ് വിസിറ്റ് ചെയ്തു. അപ്പൊ ടോപ്പ് ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്, ഗിറ്റ് ഹബിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാനിപ്പോ കൊടുക്കാണ് ബ്രൗസർ ഡോട്ട് ബാക്ക്. ഓക്കെ, ഞാനിപ്പോ നമ്മുടെ ബ്രൗസർ ഡോട്ട് ബാക്ക്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. എന്തായിരിക്കും വരുന്നത്,
അതായത് നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ വിസിറ്റ് ചെയ്തു, പിന്നെ ഓപ്പൺ ഐ, പിന്നെ ഗിറ്റ് ഹബ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിൽ ഇരിക്കുന്ന ഗിറ്റ് ഹബിലാണ്. പക്ഷെ ഞാൻ ബാക്ക് കൊടുക്കുമ്പോൾ എന്താ പോണേ, ഇവിടെ വന്നു അല്ലെ, നമ്മുടെ അതായത് നമ്മളെ URL ബാക്ക് കൊടുക്കുമ്പോൾ ഓപ്പൺ ഐയിൽ വരും. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കണേ. ഒന്ന് കാണിച്ചു തരാം എന്താ വരുന്നത്. കാണിച്ചു ചെയ്തു, ഇവിടെ വന്ന് നമ്മൾ ബാക്ക് ടു ഓപ്പൺ ഐ വെക്കും. ഓക്കെ, അതായത് നമ്മൾ ഗിറ്റ് ഹബ് റിമൂവ് ആയി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വീണ്ടും ബാക്ക് കൊടുത്താൽ എന്താ പറ്റണേ, ഏതായിരിക്കും വരണേ, നമ്മുടെ ഗൂഗിളിൽ വന്നു അല്ലെ. അപ്പൊ ഇനി ഞാൻ ബാക്ക് കൊടുത്താലോ, ഇനി എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒരു മെസ്സേജ് വരും, നോ മോർ ഹിസ്റ്ററി. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാക്കിന്റെ ഇംപ്ലിമെന്റേഷൻ ബ്രൗസറിൽ നടക്കുന്നത്. മീൻസ് നമ്മൾ എങ്ങനെയാണ് വിസിറ്റ് റീവിസിറ്റ് ബാക്ക് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലോജിക്കാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് യൂസിങ് സ്റ്റാക്ക്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നമ്മൾ ഇത്രയാണ് പഠിച്ചത്. എന്താണ് സ്റ്റാക്ക്, സ്റ്റാക്കിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ടെക്സ്റ്റ് എഡിറ്ററിലും ബ്രൗസർ ഹിസ്റ്ററിയുടെ ഇന്റേണലി ഒക്കെ ഈ സ്റ്റാക്ക് വർക്ക് ആവുന്നു, അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് ഞാൻ തരാണ്, ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റാക്ക് വെച്ചിട്ട് റിവേഴ്സ് എ സ്ട്രിങ്, അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു സ്ട്രിങ് റിവേഴ്സ് ചെയ്യുന്ന പ്രോഗ്രാം സ്റ്റാക്ക് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളപ്പോ അടുത്ത വീഡിയോയിൽ ഈ സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.